ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc CBCSS കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് MTS4C04 മാത്തമാറ്റിക്സ് 4 ആണ്. സപ്ലിമെന്ററി ഓർ ഇംപ്രൂവ്മെന്റ് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് അല്ലെ. അപ്പൊ സപ്ലിമെന്ററിക്കാർക്കും പറ്റും, അതുപോലെ ഇംപ്രൂവ്മെന്റ് ആർക്കും എന്ത് പറ്റും അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് ശ്രദ്ധിക്കുക. CBCSS എന്ന് പറയുമ്പോൾ നമുക്ക് CUBCSS ഉണ്ട്, CBCSS ഉണ്ട്. സിലബസ് ഒന്ന് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഒന്ന് അഫിലിയേറ്റഡ് കോളേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമുകളാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ കോഡുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ ഏപ്രിൽ 2022 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ എ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 13th ക്വസ്റ്റ്യൻ. എന്താ 13th ക്വസ്റ്റ്യൻ? സോൾവ് x dy by dx minus 4y equal to x raised to 6 e raised to x. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് സോൾവ് x into dy by dx minus 4y equal to x raised to 6 into e raised to x അല്ലേ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതി dy by dx minus 4y equal to x e raised to x 6 e raised to x. ഇവിടെ നോക്കാം, നമുക്ക് സാധാരണ നമ്മൾ എഴുതാറുള്ളത് അല്ലെ y dash plus p of x y equal to q of x എന്ന രീതിയിലാണ്. ഇവിടെ y ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ അല്ലെ ഇതിനെ ഒന്നുകൂടി മാറ്റിയതാണെങ്കിൽ അല്ലെ y ഡാഷ് മൈനസ് 4y equal to x raised to 6 e raised to 6 അല്ലെ. dy by dx നെ y ഡാഷ് ആക്കാം. ഇവിടെ നോക്കുക, y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, പക്ഷെ ഇവിടെ എന്തുള്ളൂ x ആണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, x ന് ഡിവിഷൻ നടത്തുക. എന്ത് വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് എത്തണം അല്ലെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലെ y ഡാഷിന്റെ കോഎഫിഷ്യന്റ് എന്താണോ ഉള്ളത് അതിനോട് എന്ത് ചെയ്തു, ഡിവിഷൻ നടത്തി. അപ്പൊ y ഡാഷ് മൈനസ് 4 by xy equal to x raised to 6 by x e raised to x. അപ്പൊ എന്തായി, y ഡാഷ് മൈനസ് 4x by y equal to x raised to 5 e raised to x അല്ലെ. y ഡാഷ് മൈനസ് 4 by x y അല്ലെ, പിന്നെ ഈ ഇവിടെ മുകളിലത്തെ ക്യാൻസൽ ആയപ്പോ 5y. അപ്പൊ എന്ത് ഫോർമാറ്റ് ആയി, നമുക്ക് ഈ തന്നതും ഈ തന്ന ഫോർമാറ്റും ഒന്നായി. അപ്പൊ ഇവിടെ p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായി അല്ലെ, p of x equal to minus 4 by x. ഇനി q of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to 5 e raised to x. നമുക്കറിയാം ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y into integrating factor equal to integral q of x into integrating factor dx plus c ആണ് നമുക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, e raised to integral p of x dx ആണ്. ഇവിടെ നമുക്ക് എല്ലാം കിട്ടി. എന്താണ്, p of x കിട്ടി, അതേപോലെ q of x കിട്ടി. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് p of x നെ എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു മൈനസ് 4 by x dx ആണ് ഇന്റഗ്രേഷൻ. ഞാൻ ആ മൈനസ് 4 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താ 1 by x dx ആയി. അപ്പൊ എന്താ അല്ലെ, മൈനസ് 4 into log x, ഒന്നുകൂടി മാറ്റിയതെങ്കിൽ log x raised to minus 4. ഇനി എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, e raised to integral p of x dx ആണ് ഈക്വൽ ടു അപ്പൊ എന്താ e raised to log of x raised to minus 4. നമ്മൾ പഠിച്ചിട്ടുണ്ട് e raised to log z അല്ലെങ്കിൽ e raised to അല്ലെ log z. നാച്ചുറൽ ലോഗ് ആണെങ്കിലും എന്താണ് ആൻസർ z ആണ്. ഇവിടെ z ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ, x raised to minus 4 ആണ്. ഈ നേരെ ജനറൽ സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, ജനറൽ സൊല്യൂഷൻ ഈസ് y into integrating factor equal to integral q of x into integrating factor dx plus c. y into integrating factor x raised to minus 4 അല്ലെ, q of x ആണ് x raised to 5 into e raised to x, integrating factor ആണ് x raised to minus 4 dx plus c. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും, ഇന്റഗ്രൽ x e raised to x dx plus c. ഇതിനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ ഓഫ് ഇതാണ് വരിക, പ്ലസ് എന്തായി ഇന്റഗ്രൽ d by dx ഓഫ് x ഇൻറ്റു ഇന്റഗ്രൽ e raised to x dx, പിന്നെ മൊത്തത്തിന്റെ ഒരു ഇന്റഗ്രേഷന്റെ dx. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് റൂൾ. അപ്പൊ ഇതെന്തായി, ഈ ഇന്റഗ്രൽ e raised to x ന്റെ ഇന്റഗ്രേഷൻ എന്തായി അല്ലെ, ഇന്റഗ്രൽ e raised to x ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്, മൈനസ്
ഇനി ഇന്റഗ്രൽ ഡെറിവേറ്റീവ് 1 അല്ലെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സിന്റെ എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സിന്റെ ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താവും കിട്ടുക അല്ലെ ഇവിടെ ഒരു പ്ലസ് സി എന്ന കാര്യം ഇവിടെ മറന്നു പോയിട്ടുണ്ട്. പ്ലസ് സി ഇവിടെ ഇട്ടു, ഇവിടെ പ്ലസ് സി അല്ലെ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു പ്ലസ് സി ഉണ്ട്. അപ്പൊ എന്താവും മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടി, y into x raised to minus 4 equal to x into e raised to x minus e raised to x plus c. ഇനി y equal to ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ എന്താവും അല്ലെ x raised to e raised by x raised to minus 4 minus e raised to x by x raised to minus 4 plus c by x raised to minus 4 അല്ലെ നേരെ മേലെ കൊണ്ടുപോയാൽ മതി. അപ്പൊ x raised to e raised to x into x raised to 4 minus e raised to x into x raised to plus 4 plus c into x raised to 4 അല്ലെ. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യാം x അപ്പൊ എന്താ x raised to 5. അപ്പൊ y equal to എന്തായി x raised to 5 e raised to x. ഇനി പ്രത്യേകം വരുന്നത് മൈനസ് എന്താണ് അല്ലെ x raised to 4 e raised to x plus c into x raised to 4 അല്ലെ. ഇതാണ് നമുക്ക് ആര് വന്നതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. ായല്ലോ. ഇവിടെ എന്താ ചെയ്തത്, ഫസ്റ്റ് നമ്മള് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 4y എക്സ് റൈസ് ടു 6 ഇ റൈസ് ടു എക്സ് ആണുള്ളത്. അത് എന്ത് ചെയ്തു, ഡി വൈ ബൈ ഡി എക്സിനെ വൈ ഡാഷ് ആക്കി. അപ്പം എക്സ് വൈ ഡാഷ് മൈനസ് 4y ഈക്വൽ ടു എക്സ് റൈസ് ടു 6 ഇ റൈസ് ടു എക്സ് ആണ്. നമുക്കറിയാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് വൈ ഡാഷിന്റെ കോഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവിഷൻ നടത്തി. അപ്പൊ ഇവിടെ കിട്ടുന്ന പി ഓഫ് എക്സ് ആക്കി എടുത്തു, ഇതിനെ ക്യൂ ഓഫ് എക്സ് ആക്കി എടുത്തു. അതിനെന്ത് ചെയ്തു, നമ്മള് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തി. എന്തായിരുന്നു അല്ലെ ഇ റേസ്റ്റ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 4 ബൈ എക്സ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി ലോഗ് എക്സ് റേസ്റ്റ് മൈനസ് 4 ആണ്. അപ്പോൾ ഇ റേസ്റ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ് റേസ്റ്റ് മൈനസ് 4 ആയി. പിന്നെ ഈ ജനറൽ സൊല്യൂഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താവും y ഇൻറ്റു ഇന്റഗ്രൽ എക്സ് റേസ്റ്റ് മൈനസ് 4 ഇന്റഗ്രൽ എക്സ് റേസ്റ്റ് ടു 5 ഇ റേസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് റേസ്റ്റ് ടു 4 ഡി എക്സ് പ്ലസ് സി. കാരണം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് റേസ്റ്റ് മൈനസ് 4 ആണ്. മൈനസ് 4ഉം 5ഉം എക്സ് ഇ റേസ്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇപ്പൊ ഇവിടെ എന്താണ് അല്ലെ എങ്ങനെ പ്രൊഡക്റ്റ് റൂൾ മൈനസ് അടുത്താണ് വരിക. അപ്പൊ ഇവിടെ പ്ലസ് അല്ല മൈനസ് എന്ന് ഓർത്ത് വെക്കുക. എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ ഡി എക്സ് ഈ ഇന്റഗ്രേഷന്റെ ഡി എക്സ് പ്ലസ് സി. ഇനി എന്ത് ചെയ്തു അല്ലെ ഇ റേസ്റ്റ് എക്സിന്റെ എക്സ് തന്നെയാണ്. എക്സിന്റെ ഡിഫറൻഷിയേഷൻ 1 ആണ്. അപ്പൊ ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, കിട്ടി. ഇനി ഇവിടെ y ഈക്വൽ ടു നമ്മൾ ജനറൽ സൊല്യൂഷൻ. അപ്പൊ ഇ റേസ്റ്റ് അല്ല എക്സ് റേസ്റ്റ് മൈനസ് 4 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയി മാറി. ഈ ഡിവിഷനെ മേലോട്ട് കൊണ്ടുപോയപ്പോ എന്തായി പ്ലസ് 4ലേക്ക് വന്നു. ഒക്കെ പാടെ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി അല്ലെ y ഈക്വൽ ടു എക്സ് റേസ്റ്റ് ടു 5 ഇ റേസ്റ്റ് ടു എക്സ് മൈനസ് എക്സ് റേസ്റ്റ് ടു 4 ഇ റേസ്റ്റ് ടു എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് റേസ്റ്റ് ടു 4 ആണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 14th ക്വസ്റ്റ്യൻ. എന്താണ് 14th ക്വസ്റ്റ്യൻ, സോൾവ് 2xy dx plus x square minus 1 dy equal to 0 അല്ലെ. ഇത് ഏത് ഫോർമാറ്റ് ആണ് അല്ലെ, m dx plus n dy equal to 0 എന്ന ഫോർമാറ്റ്. അപ്പൊ എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ് ആണ്. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേതി എന്താണ് dx plus x square minus 1 dy equal to 0. ഇവിടെ m എന്ന് പറഞ്ഞാൽ 2xy ആണ്, n എന്ന് പറഞ്ഞാൽ x സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മള് ഡോ എം ബൈ ഡോ y ചെയ്തു. അപ്പൊ എന്താവും 2x ആയി. ഇനി ഡോ n ബൈ ഡോ x ചെയ്തു, എന്തായി 2x. ഇപ്പൊ എന്ത് കിട്ടി, ഡോ എം ബൈ ഡോ yയും ഡോ n ബൈ ഡോ xും ഈക്വൽ ആണ്. അപ്പൊ therefore എന്തായി ഇറ്റ് ഈസ് എക്സാക്ട്. അപ്പൊ ഇത് എക്സാക്ട് ആയി കിട്ടി. ഇനി എന്തിനാ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ് ഈക്വൽ ടു സി. ഈ എന്നിന്റെ പ്രത്യേകത ഉണ്ട്, എന്താണ് അല്ലെ എക്സ് അല്ലെ നോട്ട് ഇൻവോൾവ് അല്ലെ. അപ്പൊ എക്സിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പാടില്ലാത്തത് മാത്രം, അഥവാ എക്സ് ഇതിൽ വരാൻ പാടില്ലാത്ത മാത്രം ഫംഗ്ഷൻ സെലക്ട് ചെയ്യാനാണ്. ഇവിടെ നോക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ ഇതിനകത്ത് എക്സ് വന്നു, അപ്പൊ ഇത് പറ്റില്ല. പക്ഷെ ഇതെന്ത് പറ്റും, മൈനസ് 1 ഉണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും അല്ലെ, എം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് 2xy ആണ്. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 2xy dx പ്ലസ് ഇന്റഗ്രൽ അല്ലെ എക്സ് ഇൻവോൾവ് ചെയ്യാത്തത് ആരേ ഉള്ളൂ -1 dy ഈക്വൽ ടു സി. ഇതിന് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് 2x സ്ക്വയർ ബൈ 2 പ്ലസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -y ഈക്വൽ ടു സി. എന്തായി എക്സ് സ്ക്വയർ y -y ഈക്വൽ ടു
സി ആണ് ഇതിന്റെ അല്ലെ ജനറൽ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ എം ആക്കി എടുത്തു, ഇതിനെ എൻ ആക്കി എടുത്തു, എന്നിട്ട് ഡോ എം ബൈ ഡോ വൈ ചെയ്തപ്പോ 2x, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്തപ്പോ 2x അല്ലെ, ഡോ എം ബൈ ഡോ വൈ ചെയ്യുമ്പോ 2x, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്തപ്പോ 2x. അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എക്സാക്ട് ആണ്. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ ഇക്വേഷൻ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൻ ഡി വൈ ഈക്വൽ ടു സി ആണ്. ഇവിടെ എൻ എടുക്കുമ്പോൾ എന്തായിരിക്കണം, എക്സിനകത്ത് പെടാത്ത മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ എന്തുണ്ട്, എക്സ് സ്ക്വയറിന് എടുത്തില്ല, -1 മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ആണ്, ഈ 2 ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ഈക്വൽ ടു സി എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 15th ക്വസ്റ്റ്യൻ. എന്താണ് 15th ക്വസ്റ്റ്യൻ? സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 3x. ഇതാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ നോൺ ഹോമോജീനിയസ് സൊല്യൂഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി എഴുതാണ്. ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 മൾട്ടിപ്പിൾ ചെയ്ത 6 വരുന്നത് ആരൊക്കെയാണ്? ലാംഡ -2 ലാംഡ -3 ഈക്വൽ ടു 0 അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 മൾട്ടിപ്പിൾ ചെയ്ത പ്ലസ് 6 ആണ്. അപ്പൊ ലാംഡ ഈക്വൽ ടു 2 3. അപ്പൊ നമുക്ക് കിട്ടി ഇതിന്റെ വാല്യൂസ്. ലാംഡന്റെ വാല്യൂസ് എത്രയൊക്കെയാണ്? 2 3 ആണ്. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ, ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, C1 e raised to lambda 1x പ്ലസ് C2 e raised to lambda 2x. ഇവിടെ ലാംഡ 1നെ ഞാൻ 2 ആക്കി എടുത്തു, ലാംഡ 2നെ എന്താക്കി എടുത്തു? 3 ആക്കി എടുത്തു. അപ്പൊ എന്താവും? C1 e raised to 2x പ്ലസ് C2 e raised to 3x ആയി മാറി ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി അടുത്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇതിലെ yp എന്ന് പറയുന്നത് അല്ലെ, നമുക്കറിയാം ഇതൊരു ലീനിയർ ഇക്വേഷൻ ആവുമ്പോൾ അല്ലെ, ഒരു കെ എക്സ് എന്ന ഫോർമാറ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാറുണ്ട്? എക്സ് പ്ലസ് ബി ആണ് അല്ലെ. കെ എക്സ് സ്ക്വയർ പ്ലസ് എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുമ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ ആകെ എന്താ ഉള്ളു? ലീനിയർ ആണ്. അപ്പൊ എന്തെടുത്താൽ മതി ഇവിടെ? അല്ലെ, yp ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 3x ആണ്. ഇവിടെ y ഡബിൾ ഡാഷ് വരെയുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു ആദ്യം, ഇപ്പൊ a മാറി. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്തായത്? 0 ആയി. അപ്പൊ നമുക്കറിയാം yp ഡബിൾ ഡാഷ് മൈനസ് 5 ഡാഷ് p പ്ലസ് 6yp ഈക്വൽ ടു 3x ആണ്. ഇവിടെ yp ഡബിൾ ഡാഷ് 0 ആണ്. 5 into yp ഡാഷ് എന്ന് പറയുമ്പോൾ a ആണ്. yp എന്ന് പറയുമ്പോൾ എന്താവും? അല്ലെ, ax പ്ലസ് b ആണ് ഈക്വൽ ടു 3x. ഇവിടെ -5a ആയി പ്ലസ് 6ax ആയി പ്ലസ് 6b ആയി ഈക്വൽ ടു 3x. ഇനി എന്ത് ചെയ്യാ? ഇക്വേറ്റ് ചെയ്യാ. ഫസ്റ്റ് ഞാൻ ഇക്വേറ്റ് ചെയ്യണത് കോഎഫിഷ്യന്റ് ആരെയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ആരേ ഉള്ളൂ? 6a ഈക്വൽ ടു, ഇപ്പുറത്തെ ആരേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പൊ a ഈക്വൽ ടു 3/6 ഈക്വൽ ടു 1/2. ഇനി അടുത്തത് ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ -5a പ്ലസ് 6b ഈക്വൽ ടു, ഇവിടെ ആരുമില്ല, 0. നമുക്കറിയാം എന്റെ വാല്യൂ 1/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, b ഈക്വൽ ടു 0. എന്താ? -5/2 പ്ലസ് 6b ഈക്വൽ ടു 0. അപ്പൊ 6b ഈക്വൽ ടു പ്ലസ് 5/2 ഇംപ്ലൈസ് b ഈക്വൽ ടു എന്തായി? 5/6 into 2 എത്രയായി? 5/12 ആണ് ആര് വന്നത്? ബിന്റെ വാല്യൂ ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നേരെ ഇതിന്റെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ നമുക്കറിയാം yp ഈക്വൽ ടു എന്തായിരുന്നു? എ എക്സ് പ്ലസ് ബി ആണ്. ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താ? 1/2 ആണ് പ്ലസ് എക്സ്, ബിന്റെ സ്ഥാനത്ത് 5/2. yp കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ജനറൽ സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു ഹോമോജീനിയസ് ഇക്വേഷൻ പ്ലസ് particular solution. Homogeneous equation എന്ന് പറയുമ്പോൾ C1 e raised to 2x plus C2 into e raised to 3x plus അല്ലെ. ഇവിടെ ഇനി yp എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെ, 1/2x plus 5/12 ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. അല്ലെ, അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇത് സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 3x.
അല്ലെ. ഇതിന് ആദ്യം ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടെത്തി, അതിനെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തി, പിന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഇവിടെ ലീനിയർ ആയതുകൊണ്ട് എക്സ് പ്ലസ് ബി എടുത്തു. അപ്പൊ ആ എയും ബിയും കാണാൻ വേണ്ടിയിട്ട് വൈ ഡാഷ് കണ്ടുപിടിച്ചു, വൈ പി ഡാഷ് കണ്ടു, എന്നിട്ട് ഇക്വേഷനിലേക്ക് കൊടുത്തു. അപ്പൊ എ കോഎഫിഷ്യന്റ് കിട്ടി, അല്ലെ. കോൺസ്റ്റന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്തപ്പോ എ കിട്ടി, കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്തപ്പോ ബി കിട്ടി. അത് നേരെ വൈ പി കൊടുത്തു, 1/2 എക്സ് പ്ലസ് 5/12. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു homogeneous equation plus particular solution. എന്നിട്ട് c1 e raised to 2x plus c2 e raised to 3x plus 1/2x in plus 5/12 ആണ് നമുക്ക് എന്ത് വന്നത്, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി, അല്ലെ, 16th ക്വസ്റ്റ്യൻ. എന്താണ് 16th ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s into s square minus 1. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം 1 എന്ത് കൊടുത്തിട്ടുണ്ട്, s into s square minus 1. നമുക്കറിയാം s square minus 1 എങ്ങനെ എഴുതാം, s plus 1 into s minus 1 എന്ന രീതിയിൽ എഴുതാം, അല്ലെ. a square minus b square എന്ന രീതിയിൽ എഴുതിക്കൂടെ. അപ്പൊ a plus b into a minus b. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ ഫസ്റ്റ് a by, ഇത് ലീനിയർ ആണ്, അപ്പൊ s, അല്ലെ. അടുത്തത് വീണ്ടും ലീനിയർ ആണ്, അല്ലെ, അപ്പൊ s plus 1. അടുത്തത് s minus 1 ലീനിയർ ആണ്, അപ്പൊ s minus 1 ആയി. അപ്പൊ 1 ഈക്വൽ ടു എന്തായി, a into s plus 1 into s minus 1. b എന്ന് പറയുന്നത് എന്താവും, s into s minus 1. c എന്ന് പറഞ്ഞാൽ c, അല്ലെ, s into s plus 1 എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാ, s ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ എന്താവും, അല്ലെ, a into 0 plus 1 into 0 minus 1 plus b into 0 0 minus 1 plus c into 0 0 plus 1. ഇവിടെ നോക്കുക 0 into any term 0 ആണ്, അപ്പൊ ഇതൊക്കെ 0 ആയി പോയി. അപ്പോൾ 1 equal to a into, അല്ലെ, 1 into minus 1. അപ്പൊ a equal to എന്ത് കിട്ടി, -1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാ, s ന് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. s equal to 1. അപ്പൊ എന്താ, 1 equal to a into 1 plus 1, അല്ലെ, 1 minus 1 plus b into 1 into 1 minus 1 plus c into 1 into 1 plus 1. അപ്പോൾ 1 equal to, ഇതെന്തായി, 1 minus 1 0 ആയി മാറി, അല്ലെ, 2 into 0 ആയി, b into 1 into 0 ആയി, c into 1 into 2. അപ്പോൾ 1 equal to 2c. c equal to എന്തായി, 1/2 ആയി. അടുത്ത s ന് എന്ത് കൊടുക്കുക, -1 കൊടുക്കുക. അപ്പൊ 1 equal to a into, അല്ലെ, -1 plus 1 -1 minus 1 plus b into -1 minus 1 plus c into -1 minus 1 plus 1. 1 equal to, അല്ലെ, ഇവിടെ എന്താവും, -1 plus 1 എന്ന് പറഞ്ഞാൽ 0 ആയി മാറി, into എന്തായി, -2 plus b into -1 into -2 plus c into -1 into 0. അപ്പൊ ഈ ടേം 0, ഈ ടേം 0. അപ്പൊ 1 equal to അല്ലെ, മൈനസും മൈനസും പ്ലസ് എന്തായി, 2b ആയി മാറി. അപ്പൊ b equal to എന്തായി, 1/2. ഇവിടെ നോക്കാം, മൈനസും മൈനസും പ്ലസ് ആയി, പിന്നെ 1 into 2 2 ആണ്, അപ്പൊ 2b ആയി മാറി. അപ്പൊ b equal to എന്തായി, 1/2 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്, 1 അല്ലെ, s into s square minus 1 equal to, ഒന്നുകൂടി മാറ്റി എഴുതിയിരുന്നത് s into s plus 1 into s minus 1. അതിനെ മാറ്റി എഴുതി 1/s b by s plus 1 plus c by, അല്ലെ, s minus 1 എന്ന രീതിയിലായിരുന്നു. ഇവിടെ a എന്ന് പറഞ്ഞാൽ -1 ആണ് by s, b എന്ന് പറഞ്ഞാൽ 1/2 ആണ് s plus 1, c എന്ന് പറഞ്ഞാൽ 1/2 c, അല്ലെ, s minus 1. ഞാൻ എന്ത് ചെയ്താ, മൈനസിനെ പുറത്തേക്ക് എടുത്ത് 1/s, ഇവിടെ 1/2 ഔട്ട്സൈഡ് എടുത്തു, 1/s plus 1, ഇവിടെയും 1/2 ഔട്ട്സൈഡ് എടുത്തു, 1/s minus 1. ഇത് എന്ത് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ് ലാപ്ലേസ് ഓഫ് ആണ് പറഞ്ഞപ്പോ s into s square minus 1 equal to, അല്ലെ, മൈനസിനെ പുറത്തേക്ക് എടുത്തു, ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്, അപ്പൊ ഒന്നുകൊണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്താൽ മതി, പ്ലസ് 1/2 into, അല്ലെ, എന്താവും, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s plus 1 plus 1/2 into inverse of 1/s minus 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് L inverse of 1/s എന്ന് പറഞ്ഞാൽ 1 ആണെന്നും L inverse of 1/s minus a എന്ന് പറഞ്ഞാൽ e raised to at ആണ്. അപ്പൊ ഇവിടെ എന്തായി, -1 plus 1/2 into, ഇവിടെ a ന്റെ സ്ഥാനത്ത് എന്താണ്, -1, അപ്പൊ e raised to -t 1/2 into, ഇവിടെ a ന്റെ സ്ഥാനത്ത് 1, അപ്പൊ e raised to t.
അല്ലെ? അപ്പൊ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/2 e raised to minus t plus 1/2 e raised to t minus 1. ഇനി വേണമെങ്കിൽ ആ 1/2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ e raised to minus t plus e raised to t minus 1 ആവും ഇതിന്റെ എന്ത് ചെയ്യുന്നത് അല്ലെ? ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 17th ക്വസ്റ്റ്യൻ. എന്താണ് 17th ക്വസ്റ്റ്യൻ? ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t sin t ആണ്. അപ്പോ e raised to 2t sin t നമുക്കൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നു? e raised to at sin bt എന്ന് പറഞ്ഞാൽ b by s minus a whole square plus b square ആണ്. അപ്പൊ ഇവിടെ a ന്റെ സ്ഥാനത്ത് ആരാണ്? 2ഉം b ന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t sin t equal to 1 by s minus 2 whole square plus 1 square equal to എന്തായി 1 by s minus 2 whole square plus 1 ആണ് ആര് പറയുന്നത്? the Laplace transform of e raised to 2t into sin t ആയി വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 18th ക്വസ്റ്റ്യൻ. എന്താണ് 18th ക്വസ്റ്റ്യൻ? ഇത് നമ്മൾ 2021 ഏപ്രിൽ ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണ് ചോദിച്ചത് അല്ലെ? അന്നും അവിടെ എന്താ 18th ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ്. അപ്പോ ഇതെന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. Using the separation of variables, find the product of the solution of dou u by dou x equal to dou u by dou y. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? സെപ്പറേഷൻ. അപ്പൊ u നെ എന്താക്കി എടുത്താണ്? എക്സ് വൈ. അപ്പൊ dou u by dou x എന്ന് പറഞ്ഞാൽ x dash into y ആണ്. അതായത് dou u by dou y എന്ന് പറഞ്ഞാൽ x into y dash. അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ്? dou u by dou x equal to dou u by dou y. അപ്പൊ ഇതിനെങ്ങനെ മാറ്റിയത്? x dash y equal to x into y dash. x ടേമുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു, y ടേമിനൊക്കെ ഒരുമിച്ച്. അപ്പൊ ഇതെന്താ? സെപ്പറബിളിലേക്ക് വന്നു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്താവും? ഇവിടെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു വേരിയബിൾ ആയിട്ട് ലാംഡ ആക്കി കൊടുത്തു. അപ്പൊ എന്താവും? x dash by x equal to lambda. അതേപോലെ ഇവിടെ എന്തായി? y dash by y equal to lambda എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? log x പ്ലസ് ഈക്വൽ ടു ഇവിടെ എന്തായി? ലാംഡ എക്സ് പ്ലസ് ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് c1 ആക്കി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? log y ഈക്വൽ ടു ലാംഡ y പ്ലസ് ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് c2. ഇനി എന്ത് ചെയ്തു? ഈ ലോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താവും? log x മൈനസ് log c1 ഈക്വൽ ടു ലാംഡ എക്സ്. അതേപോലെ y ടേമിനെ അതേപോലെ കൊണ്ടുവന്നു. ഈ ടേമിൽ log y മൈനസ് log c2 ഈക്വൽ ടു ലാംഡ y. ഇത് പറഞ്ഞാൽ എന്താണ്? log x by c1 ഈക്വൽ ടു ലാംഡ എക്സ് അല്ലെ? ഇനി എന്ത് ചെയ്യാ? ആ ലോഗിനെ ഒഴിവാക്കാൻ വേണ്ടി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ടുവന്നു e raised to ലാംഡ എക്സ്. അപ്പൊ x ഈക്വൽ ടു c1 into e raised to ലാംഡ എക്സ്. ഇനി അതേപോലെ ഇവിടെയും കൊണ്ടുവന്നത് എന്തായി? y by c2 ഈക്വൽ ടു ലാംഡ y. അപ്പൊ എന്തായി? ആ ലോഗിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ടുവന്നു e raised to ലാംഡ y ഈക്വൽ ടു c2 e raised to ലാംഡ y. അപ്പൊ u എന്ന് പറഞ്ഞാൽ xy ആണ്. x എന്ന് പറഞ്ഞാൽ c1 e raised to ലാംഡ x. c2 y എന്ന് പറഞ്ഞാൽ c2 into e raised to ലാംഡ y ആണ്. അപ്പൊ ഒരുമിച്ച് എഴുതി c1 into c2, ലാംഡാനെ ഔട്ട് സൈഡ് എടുത്തു, x plus y. അപ്പൊ c1 ന് c2 ന് c എന്ന് കൊടുത്തു, e raised to ലാംഡ x plus y ആയി വന്നു u എന്ന ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 19th ക്വസ്റ്റ്യൻ. എന്താണ് 19th ക്വസ്റ്റ്യൻ? എക്സ്പാൻഡ് f of x equal to -1 minus pi less than x less than 0 1 0 less than x less than pi. അപ്പൊ ഇത് എക്സ്പാൻഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു ഫൊറിയർ സീരീസിൽ വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ്? നമുക്ക് the Fourier series function defined on the interval minus p to p is given by f of x equal to a0 by 2 plus summation n equal to 1 to infinity an cos n pi by px bn sin n pi by px ആണ്. ഇതിൽ a0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by p ഇന്റഗ്രൽ മൈനസ് p to p f of x dx ആണ്. അതേപോലെ an എന്ന് പറഞ്ഞാൽ 1 by p ഇന്റഗ്രൽ മൈനസ് p to p f of x cos n pi by px dx ആണ്. ആൻഡ് bn എന്ന് പറഞ്ഞാൽ 1 by p ഇന്റഗ്രൽ മൈനസ് p to p f of x sin n pi by px dx ആണ്. നമ്മൾ ആര് പറഞ്ഞത്? a0 an bn. ഇതിൽ ആരൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്? p ന്റെ വാല്യൂ നോക്കുക. ഇവിടെ മൈനസ് പൈ ടു പൈ ആണ് നമ്മുടെ ലിമിറ്റ് കിടക്കുന്നത്. അപ്പൊ p ന്റെ വാല്യൂ ഇവിടെ എന്താവും? പൈ ആയിരിക്കും. പിന്നെ നമ്മൾ f of x ഇവിടെ സ്പ്ലിറ്റേഷൻ വരുന്നുണ്ട് ഫംഗ്ഷനിൽ മൈനസ് പൈ ടു 0 0 ടു പൈ ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് a0 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
എ നോട്ട് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ 1/p ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പി ടു പി എന്താണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ പിന്റെ വാല്യൂ 1 അല്ലെ പൈ ആണ്. അപ്പൊ മൈനസ് പൈ ടു പൈ എന്താവും എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ് സ്പ്ലിറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ എന്താവും ഫസ്റ്റ് സ്പ്ലിറ്റേഷൻ മൈനസ് പൈ ടു 0വും എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സിലാണ് നമുക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, എഫ് ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യും, ഫസ്റ്റ് ലിമിറ്റ് ആണ്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന മുമ്പ് അവിടെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് പൈ ടു 0ല് എഫ് ഓഫ് എക്സ് -1 ആണ് ഡി എക്സ് പ്ലസ് അടുത്ത് 0 ടു പൈയില് അവിടെ എഫ് ഓഫ് എക്സ് എത്രയാണ് 1 ആണ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ മൈനസ് പൈ ടു പൈ എന്താവും, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആവും. അപ്പൊ മൈനസ് പൈ ടു 0 പ്ലസ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് തന്നെയാണ് 0 ടു പൈ. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും എന്ത് ചെയ്യുക ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും 0 മൈനസ് മൈനസ് പൈ ആയി പ്ലസ് പൈ മൈനസ് 0 ആയി മാറി ഈക്വൽ ടു 1/π ഇൻറ്റു മൈനസ് അല്ലെ മൈനസ് മൈനസ് പൈ അപ്പൊ മൈനസ് പൈ ആയി ഇവിടെ പ്ലസ് പൈ ആയി ഈക്വൽ ടു 1/π ഇൻറ്റു 0 ഈക്വൽ ടു എന്തായി 0 ആയി. അപ്പൊ എന്തായി പ്ലസ് പൈ മൈനസ് പൈ എന്തായി 0 ആയി പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, എ എൻ കണ്ടുപിടിക്കണം. എ എൻ എന്ന് പറഞ്ഞാൽ 1/p ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പി ടു പി എന്താണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ പി എക്സ് ഡി എക്സ്. ഇവിടെ പിന്റെ വാല്യൂ പൈ ആണ്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ പൈ എക്സ് ഡി എക്സ്. ആ പൈയും പൈയും ഒന്ന് എന്ത് ചെയ്തു ക്യാൻസൽ ആയി. മൈനസ് പൈ ടു പൈ എന്തായി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് കോസ് എൻ അല്ലെ ഇവിടെ പൈ ഉണ്ടാവില്ല, പൈ വെട്ടിപ്പോയിട്ടുണ്ട്. കോസ് എൻ എക്സ് ആണ്. കോസ് എൻ എക്സ് അല്ലെ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. കാരണം ഈ പൈയും പൈ ആണ്, അപ്പൊ എൻ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 1/π ഇൻറ്റു ഇവിടെ എന്താ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് ആണ് കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ അല്ലെ 1 ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് അവിടെ ഓൾറെഡി പുറത്തേക്ക് ഇട്ടു. അപ്പൊ എന്താവും സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ടു 0 പ്ലസ് ഇവിടെ എന്താവും സൈൻ എൻ എക്സ് ബൈ എൻ അല്ലെ 0 ടു പൈ. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്നിന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എന്താവും ഈക്വൽ ടു 1/π ഇൻറ്റു മൈനസ് 1/n ഇവിടെ എന്ത് വരും അല്ലെ സൈൻ എൻ എക്സ് എന്താവും മൈനസ് പൈ ടു 0 പ്ലസ് 1/n സൈൻ എൻ എക്സ് 0 ടു പൈ. നമുക്കറിയാം സൈൻ 0 0വും സൈൻ എൻ പൈ 0വും സൈൻ മൈനസ് അല്ലെ എൻ പൈയും അതെന്തായിരിക്കും 0 ആയിരിക്കും, കാരണം മൈനസ് എൻ പൈ ആക്കി എഴുതാം. അപ്പൊ എന്താവും 0 ആണ്. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും എന്ത് ചെയ്യുക ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ 1/π ഇൻറ്റു മൈനസ് 1 ഇൻറ്റു സൈൻ എൻ ഇൻറ്റു 0 മൈനസ് സൈൻ എൻ ഇൻറ്റു മൈനസ് പൈ ആയി. അടുത്തതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ സൈൻ എൻ ഇൻറ്റു 0 അല്ലെ ഫസ്റ്റ് പൈ ആണ്, അപ്പൊ എൻ ഇൻറ്റു പൈ മൈനസ് സൈൻ എൻ ഇൻറ്റു 0 ഈക്വൽ ടു അല്ലെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തു 1/π ഇൻറ്റു മൈനസ് 1/n എന്തായി സൈൻ 0 മൈനസ് മൈനസ് പ്ലസ് സൈൻ എൻ പൈ പ്ലസ് 1/n ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് സൈൻ 0 ഈക്വൽ ടു 1/π ഇൻറ്റു മൈനസ് 1/n 0 പ്ലസ് 0 പ്ലസ് 1/n 0 മൈനസ് 0. അപ്പൊ എന്ത് കിട്ടി 1/π ഇൻറ്റു 0 പ്ലസ് 0 എത്ര കിട്ടി 1/π ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പൊ എന്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് 0 ആണ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബി എൻ ചെയ്യാം. അപ്പൊ ബി എൻ ഈക്വൽ ടു 1/p ഇൻറ്റു മൈനസ് പൈ പി ടു പി അല്ലെ 1/p ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ പി എക്സ് ഡി എക്സ്. പിന്റെ വാല്യൂ ഇവിടെ പൈ ആണ്,
മൈനസ് പൈ ടു പൈ അല്ലെ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ പൈ എക്സ് ഡി എക്സ്. പൈ വെട്ടിപ്പോയി. അപ്പൊ 1/π ഇൻറ്റു മൈനസ് പൈ ടു പൈ ഇവിടെ എന്തായി എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്തായി സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യാ, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് 0 ടു പൈ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എൻ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യാ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരിക. അപ്പൊ എന്താവും, മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് ആണ്, -1 ആണ്. അപ്പൊ -1 ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് 0 ടു പൈന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ഉം. അപ്പൊ സൈൻ എൻ എക്സ് ഡി എക്സ്. എന്ത് ചെയ്യാ, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ മൈനസിനെ പുറത്തേക്ക് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തായി മൈനസ് സൈനിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ അല്ലെ മൈനസ് പൈ ടു 0 ആയി മാറി. പ്ലസ് ഇവിടെ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സൈനിന്റെ ഇന്റഗ്രേഷൻ എന്താണ്, മൈനസ് വരുന്നുണ്ട്. അപ്പൊ മൈനസ് ആണ് വന്നത്. ഈ മൈനസ് പ്ലസ് ആയി. ഈ 1/n ന് പോൾ സൈഡ്. അപ്പൊ 1/π ഇൻറ്റു 1/n ഇൻറ്റു കോസ് എൻ എക്സ് മൈനസ് പൈ ടു 0 മൈനസ് 1/n കോസ് എൻ എക്സ് 0 ടു പൈ. എന്ത് ചെയ്യാ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റും എന്ത് ചെയ്യാ, ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ എന്ത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും, 1/n കോസ് n0 മൈനസ് കോസ് ഓഫ് മൈനസ് പൈ പ്ലസ് മൈനസ് എന്താണ് 1/n ഇൻറ്റു കോസ് എൻ പൈ മൈനസ് കോസ് n ഇൻറ്റു 0 ആയി മാറി. ഈക്വൽ ടു 1/π ഇൻറ്റു 1/, ഇവിടെ എന്തായി കോസ് 0 ആയി. ഇവിടെ എന്തായി അല്ലെ, ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ബാധിക്കുന്നതല്ല, കോസ് എൻ പൈ ആയി മാറി. മൈനസ് 1/n കോസ് എൻ പൈ ഇവിടെ എന്തായി കോസ് 0 ആയി മാറി. 1/π ഇൻറ്റു ഞാൻ ഇവിടെ 1/n ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താവും, കോസ് 0 മൈനസ് കോസ് എൻ പൈ മൈനസ് കോസ് എൻ പൈ, ഈ മൈനസ് പ്ലസ് ആയി, പ്ലസ് കോസ് 0 ആയി മാറി. ഞാൻ വാല്യൂസ് പിന്നെ കൊടുക്കുന്നത് കോസ് 0ന്റെ വാല്യൂ കോസ് എൻ പൈന്റെ വാല്യൂ ഫൈനലി ആയിട്ട് കൊടുക്കുക. അപ്പൊ 1/n കോസ് 0 പ്ലസ് 2 കോസ് 0 അപ്പൊ 2 കോസ് 0 ആയി. ഇവിടെ എത്ര കോസ് എൻ പൈ ഉണ്ട്, 2 കോസ് എൻ പൈയും ഉണ്ട്. അപ്പൊ 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്നിനെയും ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 2/n പൈ ആയി മാറി. അപ്പൊ ബാക്കി ആരുണ്ട്, കോസ് 0 മൈനസ് കോസ് എൻ പൈ ആയി മാറി. നമുക്കറിയാം കോസ് 0 1 ആണെന്നും കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു n ആണ്. അതിനെങ്ങനെ മാറ്റി എഴുതി, 2/n പൈ അല്ലെ 1 മൈനസ് -1 റൈസ് ടു n ആണെന്ന് ഏത് bn ന്റെ വാല്യൂ ആയി കിട്ടി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, bn ന്റെ വാല്യൂ കിട്ടി. എന്താണ് bn ന്റെ വാല്യൂ, 2/n പൈ 1 മൈനസ് -1 റൈസ് ടു n. ഇനി എന്ത് ചെയ്യാ, നമുക്ക് എഫ് ഓഫ് എക്സിലേക്ക് എന്ത് ചെയ്യാ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ a0/2 പ്ലസ് summation n equal to 1 to infinity an plus cos n pi by px plus bn sin n pi by px ലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി, ഇവിടെ a0 ന്റെ വാല്യൂ നമുക്ക് 0 ആണ്. അപ്പൊ 0/2 പ്ലസ് അല്ലെ summation n equal to 1 to infinity a ന്റെ വാല്യൂ 0 ആണ് ഇൻറ്റു cos n pi by p ന്റെ വാല്യൂ പൈ ആണ് x പ്ലസ് b ന്റെ വാല്യൂ എന്തായിരുന്നു അല്ലെ 2/n pi ഇൻറ്റു 1 മൈനസ് -1 റൈസ് ടു n. പിന്നെ എന്താ ഇവിടെ സൈൻ n പൈ ബൈ p ന്റെ വാല്യൂ എന്താണ് പൈ ആണ്. ഈക്വൽ ടു ഇതെന്തായി 0 ആയി. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അല്ലെ ഈ ടേം എന്തായി 0 ആയി. 2 അല്ലെ എന്തായി n പൈ, ഇവിടെ പൈ വെട്ടിപ്പോയി നോക്കണ്ട, ഇവിടെ മൊത്തം ഈ 0 ഉണ്ടായതുകൊണ്ട് മൊത്തം 0 ആയി മാറി. 1 മൈനസ് -1 റൈസ് ടു n ഇൻറ്റു സൈൻ, ഈ പൈയും വെട്ടി അപ്പൊ സൈൻ nx ആയി മാറി. ഈക്വൽ ടു എന്തായി മാറ്റി എഴുതുമ്പോ സമ്മേഷൻ 1 ടു ഇൻഫിനിറ്റി എന്തായി 2/n പൈ അല്ലെ 1 മൈനസ് -1 റൈസ് ടു n എന്തായി സൈൻ nx ആയി മാറി. ഇനി ആ 2π ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഈക്വൽ ടു 2/π ഇൻറ്റു summation n equal to 1 to infinity. ഇവിടെ എന്താണ് f of x ആണ്. f of x equal to summation 1 to infinity എന്താ 1 minus -1 raised to n sin nx. ആ n ഞാൻ ഇവിടെ കൊടുത്തിട്ടു. അപ്പൊ എന്ത് കിട്ടി, ഇതാണ് നമ്മളെ ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ അഥവാ എക്സ്പാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക് കിട്ടി.
ഏതാണ് ക്വസ്റ്റ്യൻ? നമ്മൾ എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 1 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയുമ്പോൾ അതിന്റെ അല്ലെ എക്സ്പാൻഷൻ കിട്ടി എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ പൈ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അല്ലെ 1 മൈനസ് -1 റൈസ് ടു എന്താണ് അല്ലെ n ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ n ആണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? സെക്ഷൻ ബി കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? സെക്ഷൻ സി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം.